അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ആദരണീയനായ ഈ സോഷ്യൽ സമ്മിറ്റിൻ്റെ ഉദ്ഘാടകൻ KJU സെക്രട്ടറി എം മുഹമ്മദ് മദനി, പ്രിയപ്പെട്ട അതിഥികളെ, വിദ്യാർത്ഥിനികളെ, ഇന്ത്യൻ ദേശീയ സമരത്തിലെ മുസ്ലിങ്ങളുടെ പങ്കിനെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ ദേശീയ സമരത്തിന് ഊർജം നൽകിയ ബൗദ്ധിക കേന്ദ്രം മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നൊരു സത്യമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിഴുങ്ങുന്നതിന് മുമ്പ് തന്നെ വൈദേശിക ആധിപത്യത്തിനെതിരെ മതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ കഷ്ണം കഷ്ണമായി വിഴുങ്ങാൻ വന്ന സന്ദർഭത്തിൽ അതിനെതിരെ എല്ലാ അർത്ഥത്തിലും ചെറുത്തുനിൽപ്പ് നടത്തുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ബാധ്യതയായിരുന്നു. കാരണം ഈ ആധിപത്യത്തിലെല്ലാം തന്നെ ഏറ്റവും വലിയ കഷ്ടനഷ്ടങ്ങൾക്ക് ഇരയായ ഒരു വിഭാഗം മുസ്ലിങ്ങളായിരുന്നു. അവരുടെ സാമ്പത്തിക ഭദ്രതയും അവരുടെ സാമൂഹിക ഭദ്രതയും ഇല്ലാതാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിയത് വൈദേശിക ആധിപത്യങ്ങളാണ് എന്നുള്ളത് ചരിത്രത്തിൽ നാം പഠിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടായതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മറ്റു വിഭാഗങ്ങളുമായി ചേർന്നുകൊണ്ട് ശക്തമായ ചെറുത്തുനിൽപ്പ് അവർ നടത്തി. പണ്ഡിതന്മാരും ധിഷണാശാലികളുമായ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, വൈദേശിക ആധിപത്യത്തെ തടയുന്നതിന് വേണ്ടി പാടുപെട്ട് പണിയെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷുകാർ വളരെ വെറുപ്പോടുകൂടി കേൾക്കുന്ന വായിക്കുന്ന ഒരു നാമമാണ് ടിപ്പു സുൽത്താൻ്റേത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ഇത്രയധികം വെറുക്കുവാനുള്ള കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ തടയുന്നതിൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു മൂവ്മെൻറ്റ് സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ടിപ്പു സുൽത്താൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരുടെ പട്ടികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ടിപ്പുവിൻ്റെ പേരിട്ടുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ടിപ്പുവിനോട് പകവീട്ടിയത് എന്ന് നാം വായിക്കുന്നു. മാത്രമല്ല, ടിപ്പുവിനെ എല്ലാ അർത്ഥത്തിലും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ബൗദ്ധികമായ ശ്രമങ്ങൾ നടത്തുകയും അത്തരം ചരിത്ര രചനകൾക്ക് ഊർജം നൽകുകയും ചെയ്തു എന്നും നാം വായിക്കുകയാണ്. 1857 ബ്രിട്ടീഷ് വിരുദ്ധ വിപ്ലവം മുസ്ലിങ്ങളും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പടപൊരുതുകയായിരുന്നു. ഈ വിപ്ലവത്തിന് വലിയ ഊർജവും പിന്തുണവും നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാരെക്കുറിച്ച് വായിക്കുമ്പോൾ
നമുക്ക് അങ്ങേയറ്റത്തെ അഭിമാനം തോന്നും. മഹാന്മാരായ സയ്യിദ് അഹമ്മദ് ഷഹീദിനെ പോലുള്ള ആളുകൾ ആളിക്കത്തിച്ച ജിഹാദിൻ്റെ തീച്ചൂളകൾ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് മതപരമായ കടമയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ബ്രിട്ടീഷുകാരുടെ കിരാതമായ ആക്രമണത്തിനെതിരെ അതിശക്തമായി നിലകൊള്ളുകയും ചെയ്തു. മൗലാന അഹമ്മദുള്ളയെ പോലെ, മൗലാന ലിയാഖത്ത് അലിയെ പോലെ, ഇംദാദുള്ള സാനവിയെ പോലെ, മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവിയെ പോലെ, മൗലാന റഷീദ് അഹമ്മദ് ഗാംഗുഹിയെ പോലുള്ള പണ്ഡിതന്മാരുടെ ധിഷണയും പാണ്ഡിത്യവും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഫലപ്രദമായി പ്രയോഗിക്കുവാൻ സാധിച്ചു എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ്. 1857 ബ്രിട്ടീഷ് വിരുദ്ധ വിപ്ലവത്തിൽ മുസ്ലിം സമൂഹത്തെ പ്രതിചേർത്തുകൊണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുവാനാണ് ബ്രിട്ടീഷുകാർ ദൃഷ്ടരായത്. കാരണം മുസ്ലിം സമൂഹമാണ് ഇതിന് ഊർജം പകർന്നതെന്നും മുസ്ലിങ്ങളുടെ ശക്തമായ സ്വാധീനം കൊണ്ടാണ് തങ്ങൾക്ക് വലിയ തോതിലുള്ള നഷ്ടമുണ്ടായത് എന്നും ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ചിത്രീകരിക്കുവാനും അവരുടെ സംഘശക്തിയെ ദുർബലീകരിക്കുവാനും ആസൂത്രിതമായ ശ്രമങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. 1884-85 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സന്ദർഭത്തിൽ മുസ്ലിം പണ്ഡിതന്മാരും ബുദ്ധിജീവികളും ദക്ഷിണാശാലികളുമെല്ലാം ദേശീയ സമരരംഗം കൊഴുപ്പിക്കുന്നതിന് വേണ്ടി, അതിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി കോൺഗ്രസുമായി ചേരുകയും മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരെ എല്ലാ അർത്ഥത്തിലും ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ബദ്രുദ്ദീൻ തയ്യിബ്ജിയെ പോലെയുള്ള മഹാധിഷണശാലികൾ കോൺഗ്രസിനെ നിയന്ത്രിക്കുകയും അതിന് ബൗദ്ധികമായ നേതൃത്വം നൽകുകയും ചെയ്തതിൻ്റെ ഗുണഫലങ്ങൾ മുസ്ലിം സമൂഹത്തിനും അതുപോലെ ഈ രാജ്യത്തെ മറ്റു വിഭാഗങ്ങൾക്കുമൊക്കെ അനുഭവിക്കുവാൻ സാധിച്ചു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ലുധിയാനിയെ പോലുള്ള ആളുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതണം എന്ന് ഫത്വ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നുസ്രത്തുൽ അബ്റാർ പോലുള്ള പുസ്തകങ്ങളിലൂടെയും ഫത്വ സമാഹാരങ്ങളിലൂടെയും രാജ്യത്തെ മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ലുധിയാനവിയെ പോലുള്ള ആളുകൾ പ്രേരിപ്പിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ബൗദ്ധികമായ ചെറുത്തുനിൽപ്പെന്ന നിലയിൽ തൂലികയും നാവും പടവാളാക്കിയ അബുൽ കലാം ആസാദിനെ പോലുള്ള ആളുകൾ, അബുൽ കലാം ആസാദിൻ്റെ അൽ ഹിലാലും അതുപോലെ മൗലാന മുഹമ്മദ് അലിയുടെ കോമ്രേഡും അതുപോലെ സഫർ അലി ഖാൻ്റെ സമീന്ദാറും ഈ രംഗത്ത് തൂലിക കൊണ്ട് തന്നെ ബൗദ്ധികമായി കൊണ്ട് തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നീങ്ങി എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. ഷെയ്ഖുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന മൗലാന മഹ്മൂദ് ഹസനും അതുപോലെ തന്നെ മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയുമെല്ലാം തന്നെ ഇന്ത്യൻ ദേശീയ സമരത്തിൽ അത്യുജ്വലമായ സംഭാവനകൾ അർപ്പിച്ച മഹാധിഷണാശാലികളും അതുപോലെ തന്നെ പണ്ഡിതന്മാരുമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് ബുദ്ധിജീവികളും അതുപോലെ ധിഷണാശാലികൾ, പണ്ഡിതന്മാർ, ഇവരുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണ ഇന്ത്യൻ ദേശീയ സമരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും. അതായിരുന്നു ദേശീയ സമരങ്ങളുടെ ഏറ്റവും വലിയ ഊർജ്ജമെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴും മലയംകുളത്ത് മരക്കാർ മൗലവിയെ പോലെ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ പോലെ, KM മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ, KM മൗലവിയെ പോലെ, അതുപോലെ തന്നെ ഈ മൊയ്തു മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലുള്ള മഹാരഥന്മാർ ദേശീയ സമരരംഗത്ത് അവരുടേതായ പങ്ക് വ്യക്തമാക്കുകയും അവരുടെ സംഭാവനകൾ അർപ്പിക്കുകയും ദേശീയ നേതാക്കന്മാർ ഉയർത്തിയ ആശയങ്ങളിലേക്ക് സമൂഹത്തെ അടുപ്പിക്കുന്നതിന് വേണ്ടി, കണ്ണി ചേർക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ ആ ദേശീയ സമരരംഗത്ത് അത്യുജ്വല നക്ഷത്രങ്ങളായി തിളങ്ങി വിളങ്ങി നിന്നിരുന്ന ആ മഹാന്മാരുടെ പാതയെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും പിൽക്കാലക്കാർക്കിടയിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നേതാക്കൾ രാജ്യസ്നേഹത്തോടൊപ്പം, രാഷ്ട്രസ്നേഹത്തോടൊപ്പം, അതുപോലെ മതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ വൈദേശിക ആധിപത്യങ്ങൾക്കെതിരെ,
സാമ്രാജ്യത്വത്തിനെതിരെ, സാംസ്കാരിക അധിനിവേശത്തിനെതിരെ ശക്തമായി പടപൊരുതിയ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതിൽ നിന്നാണ് മുസ്ലിം വിദ്യാർത്ഥികൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. ഇന്ന് പലതരത്തിലുള്ള ആധിപത്യങ്ങൾ നമുക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാംസ്കാരിക മൂലധനം തകർക്കുന്നതിന് വേണ്ടി, നമ്മുടെ സാമ്പത്തിക മൂലധനം തകർക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രീയ മൂലധനത്തെ ദുർബലീകരിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി ഫാസിസ്റ്റുകളും അതുപോലുള്ള ക്രൈസ്തവ യൂറോപ്പിൻ്റെ പിന്തുണയോടുകൂടിയുള്ള സാമ്രാജ്യത്വ ശക്തികളുമെല്ലാം തന്നെ ആഗോളതലത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ബൗദ്ധികമായ ചെറുത്തുനിൽപ്പ് എങ്ങനെയെന്ന് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഈ രംഗത്ത് വായനയും പഠനവും ഗവേഷണങ്ങളുമായി മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ സോഷ്യൽ സമ്മിറ്റ് ഹേതുകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.